മീൻകറിയുടെ അതേ രുചിയിൽ നമുക്ക് ഒരു കോവക്ക ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കിയല്ലോ. മീൻകറിയുടെ രുചി തന്നെ, പക്ഷെ നമ്മൾ അതിനകത്ത് ചേർക്കണത് കോവക്കയാണ്. അതിനായിട്ട് ഞാനിവിടെ 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കോവയ്ക്ക, ഒരു സവാള, ഒരു കഷ്ണം പുളി. ഇത് നിർബന്ധമുള്ളൂ, ഈ പുളിയും ഇതിനകത്ത് വേണ്ടതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ഈ സവാള ഇട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളിയും ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോഴേ വേഗം തക്കാളി സവാളയൊക്കെ വേഗത്തിൽ വഴഞ്ഞു വന്നെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. അതിനുശേഷം എന്ന് പറഞ്ഞാൽ അത് അധികം വഴഞ്ഞില്ല. അതിന് മുമ്പേ ഈ അരിഞ്ഞ് വെച്ചിരുന്ന കോവക്ക ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഈ തക്കാളി അരിഞ്ഞ് വെച്ചു ഇതിനകത്ത് ചേർത്തു. ഇനി ഇത് ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഇതൊന്നാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിനായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അരച്ച് വെച്ച അരപ്പ് ഇതിനകത്തൊക്കെ ചേർത്ത് ഇത് നല്ലോണം തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞതിന് ശേഷം 2 ഉള്ളി മൂപ്പിച്ച്, ഒരു പാനില് 2 ഉള്ളി, ഒരു തണ്ട് വേപ്പില എല്ലാം കൂടെ മൂപ്പിച്ചിട്ട് ഈ കറിയിലേക്ക് ഒഴിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. ഓക്കെ, ബൈ. ഇതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് പറയണേട്ടാ.